ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗിൽഫോർഡിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് തിയറിയാണ്. ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുള്ള ഒരു പാർട്ടാണിത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2.2-ലാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വിവരണം അനുസരിച്ച് നമുക്ക് സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ there are two distinct approaches to understand the nature of intelligence. ഇൻ്റലിജൻസിൻ്റെ നേച്ചർ മനസ്സിലാക്കാനായിട്ട് രണ്ട് തരത്തിലുള്ള അപ്രോച്ചസാണ് ഉണ്ടായിരുന്നത്. ദ പ്രൊപ്പോണൻസ് ഓഫ് ദ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടും ആണ് അവർ കണ്ടത്. ആൻഡ് ദേ ഡെവലപ്ഡ് ദെയർ തിയറീസ് ദാറ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓഫ് ബയോളജിക്കൽ റീസൺ ഫോർ ഇൻ്റലിജൻസ്. അപ്പോൾ ബയോളജിക്കൽ റീസൺ മാത്രമാണ് അവർ കൺസിഡർ ചെയ്തത്. അതേസമയം in contrast to that, that proponents, another proponent is there, and the second notion believed that intelligence is not a single or unitary ability, rather there are several intelligences. As for multiple intelligences, അപ്പോൾ അതൊരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുപാട് തിയറീസൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നു. അതിൽ തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ശ്രദ്ധ നേടിയ ഒരു തിയറിയാണ് ഗിൽഫോർഡിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് അല്ലെങ്കിൽ SOI മോഡൽ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി. ഗിൽഫോർഡിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ JP ഗിൽഫോർഡ് എന്ന് പറഞ്ഞാൽ March 7, 1897 മാർക്കറ്റി, നെബ്രാസ്ക എന്ന സ്ഥലത്ത് ജനിച്ചു. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്ക് മറ്റുള്ളവരിൽ നിന്ന്, അതായത് കുട്ടികളിൽ തന്നെ ഉള്ള ഡിഫറൻസസ് ഇൻ എബിലിറ്റി എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഓൺ ഫാമിലി തന്നെയുള്ളവരുടെ മെൻ്റൽ എബിലിറ്റീസിലുള്ള ഡിഫറൻസസ് അദ്ദേഹം നോട്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് വീണ്ടും അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം 1919 to 21 വരെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠനം നടത്തി. പിന്നീട് പല യൂണിവേഴ്സിറ്റികളുടെയും അംബാസഡറായിട്ടും ഒക്കെ അദ്ദേഹം പ്രൊഫസറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുകയുണ്ടായി. അതിനുശേഷം 1967 അദ്ദേഹം ടീച്ചിങ് പ്രൊഫഷനിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്. അതിനുശേഷം അദ്ദേഹം ഒരുപാട് ടെക്സ്റ്റുകളും ഒക്കെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ 1887 November 26 അദ്ദേഹം മരണമടയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വിശ്വാസമനുസരിച്ച് ഗിൽഫോർഡ് ബിലീവ്ഡ് ദാറ്റ് ഇൻ്റലിജൻസ് വാസ് നോട്ട് എ മോണോലിത്തിക് ഗ്ലോബൽ ആട്രിബ്യൂട്ട് ബട്ട് എ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ എബിലിറ്റീസ് വിച്ച് വെയർ റിലേറ്റീവ്ലി ഇൻഡിപെൻഡൻറ്റ്. അപ്പം അദ്ദേഹം പറഞ്ഞത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. മൾട്ടിപ്പിൾ എബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഹി അപ്ലൈഡ് അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റഡി ബേസ് ചെയ്ത് ഫാക്ടർ അനാലിറ്റിക് മെത്തേഡാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഹി അപ്ലൈഡ് ഫാക്ടർ അനാലിറ്റിക് മെത്തേഡ് ടു സ്റ്റഡി ദീസ് മെൻ്റൽ എബിലിറ്റീസ്. ഇനി അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസൊക്കെ ബിൽഡപ്പ് ചെയ്തത് തേഴ്സ്റ്റണിൻ്റെ വ്യൂസിലാണ്. അതുപോലെ തന്നെ അദ്ദേഹം റിജക്റ്റ് ചെയ്ത മറ്റൊരു തിയറിയുണ്ട്, സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറിയുണ്ട്. അവിടെ ജനറൽ ഇൻ്റലിജൻസിനെ കുറിച്ചും സ്പെസിഫിക് ഇൻ്റലിജൻസിനെ കുറിച്ചും ഒക്കെ പറയുന്ന 2 ഫാക്ടർ തിയറി ഇദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതൊരു സിംഗിൾ ന്യൂമറിക്കൽ പാരാമീറ്റർ വെച്ചാണ് അത് അവർ മീൻസ് സ്പിയർമാൻ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം തേഴ്സ്റ്റൻ്റെ പ്രൈമറി എബിലിറ്റീസ് എന്ന് പറയുന്ന ഫാക്ടറിനെയും കൂടി ബ്രോഡ് ഫാക്ടർ ഗ്രൂപ്പ് അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗിൽഫോർഡിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇൻ്റലിജൻസ് കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റലിജൻസ് കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്. അദ്ദേഹം ഒരു 1950s ഈ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ഈ മെൻ്റൽ എബിലിറ്റീസിനെ അദ്ദേഹം ഡിസ്കവർ ചെയ്ത മെൻ്റൽ എബിലിറ്റീസിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഫസ്റ്റ് വേർഷൻ 1956 പ്രസൻറ്റ് ചെയ്തത് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് മോഡൽ എന്ന് പറഞ്ഞു. അപ്പോൾ ദ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് ഡിഫൈൻസ് ഇൻ്റലിജൻസ് ആസ് എ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് എബിലിറ്റീസ് ഓർ ഫങ്ഷൻസ് ഫോർ പ്രോസസ്സിംഗ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഐറ്റംസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ വേരിയസ് വേസ്. അപ്പം ഒറിജിനലി SOI മോഡലിനകത്ത് 4 ടൈപ്സ് ഓഫ് മെൻ്റൽ കണ്ടൻസ് ആണ്. അതിൽ ഫിഗറൽ, സിംബോളിക്, സെമാൻറ്റിക് ആൻഡ് ബിഹേവിയറൽ എന്നാണ്
കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ദെൻ 5 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ ഡയമെൻഷൻസ് ഉണ്ട്. അത് കോഗ്നിഷൻ, മെമ്മറി, ഇവാലുവേഷൻ, കൺവേർജൻ പ്രൊഡക്ഷൻ ആൻഡ് ഡൈവേർജൻ പ്രൊഡക്ഷൻ. അതോടൊപ്പം തന്നെ 6 ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ഡയമെൻഷൻ ഉണ്ട്. യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റംസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ്. അതിൻ്റെ ഫലമായിട്ട് ഇത്രയും വരുമ്പോൾ 120 ഫാക്ടേഴ്സാണ് ടോട്ടലി വരുന്നത്. അതിൽ 100 ഹാവ് ബീൻ എംപിറിക്കലി വെരിഫൈഡ്. 120 ഔട്ട് ഓഫ് 120ൽ 100 ഹാവ് ബീൻ എംപിറിക്കലി വെരിഫൈഡ്. അപ്പോൾ ഈ മോഡലിനെ ഒരു റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ക്യൂബായിട്ടാണ്. അതുപോലെ തന്നെ ഒരു 3 ഡയമെൻഷനോടുകൂടിയാണ്. ഓക്കെ, 3 ഡയമെൻഷൻസ് ഓക്കുപ്പൈങ് 1 സൈഡ്. ഇനി അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ തന്നെ മറ്റൊരു ഫാക്ടർ വരുന്നത് ഫാക്ടർ അനാലിസിസ് കണ്ടു. കോറിലേഷൻ മെത്തേഡും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. മെനി ഓഫ് ദി എബിലിറ്റീസ് ആർ ബിലീവ് ടു ബി കോറിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. ദ മോഡൽ ഓൾസോ സജസ്റ്റ് വെയർ ന്യൂ എബിലിറ്റീസ് മേ ബി ഡിസ്കവേർഡ് ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് എബിലിറ്റീസ്. പിന്നീട് 1977 അദ്ദേഹം എന്ത് ചെയ്തു, ഈ തിയറി ഈ മോഡലിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തു. അതിൻ്റെ ആദ്യത്തെ മോഡലുണ്ടായിരുന്ന ഫിഗറൽ ഫാക്ടേഴ്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഫാക്ടേഴ്സ് എന്ന് ഡിവൈഡ് ചെയ്തെടുത്തു. അങ്ങനെ വരുമ്പോൾ 5 ടൈപ്സ് ഓഫ് കണ്ടൻറ് ഡയമെൻഷൻ വന്നു. അതിന് പകരം ഒറിജിനൽ 4 ടൈപ്പിന് പകരം. അപ്പം മോഡിഫൈഡ് വേർഷനിൽ നമ്പർ ഓഫ് സെൽസ് ബിക്കെയും 150 ആവുകയാണ് ചെയ്തത്. അതിൽ തന്നെ 5 കണ്ടൻസ്, 5 ഓപ്പറേഷൻസ് ആൻഡ് 6 പ്രോഡക്ട്സ്. ടോട്ടൽ 150 സെൽസ്. 3 ഡയമെൻഷണൽ ക്യൂബിൽ 150 സെൽസ് വരികയാണ്. ഇനി അതിനകത്ത് നമ്മൾ കാണുന്നത് ഈ കണ്ടൻറ് ഡയമെൻഷനെ കുറിച്ചാണ് പറയുന്നത്. കണ്ടൻറ് ഡയമെൻഷനെ പറയുമ്പോൾ ദിസ് ഡയമെൻഷൻ ഇൻക്ലൂഡ്സ് എ ബ്രോഡ് ഏരിയാസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ വിച്ച് ഓപ്പറേഷൻസ് ആർ അപ്ലൈഡ്. അപ്പോൾ അതിനെ 4 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏർലിയർ ഇറ്റ് ഈസ് 4 കാറ്റഗറീസ്, നൗ ഇറ്റ് ഈസ് 5 ബിക്കോസ് ഫിഗറൽ കണ്ടൻസ് ഡിവൈഡ് ചെയ്ത് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ആയി. ദെൻ സിംബോളിക്, സെമാൻറ്റിക് ആൻഡ് ബിഹേവിയറൽ. വിഷ്വൽ എന്ന് പറയുമ്പം information arising from stimulation on the retina in the form of an image. Auditory എന്ന് പറയുമ്പോൾ information arising from stimulation of the cochlea of the ear as image. And symbolic means information perceived as symbols or signs that have no meaning by themselves. സിംബോളിക് ആയിട്ട് അറബിക് ന്യൂമറൽസ് ഓർ ദ ലെറ്റർ ഓഫ് അൻ ആൽഫബറ്റ്, ഇതാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. സിമാൻറ്റിക് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ പെർസീവ്ഡ് ഇൻ വേർഡ്സ് ഓർ സെൻറ്റൻസസ് വെദർ ഓറൽ ഓർ റിട്ടൺ ഓർ സൈലൻ്റ്ലി ഇൻ വൺസ് മൈൻഡ്. ദെൻ ബിഹേവിയറൽ മീൻസ് ഇൻഫർമേഷൻ പെർസീവ്ഡ് ആസ് ആക്ട്സ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഇൻഡിവിജ്വൽസ്. ദെൻ ഓപ്പറേഷൻ ഡയമെൻഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. കോഗ്നീഷൻ, മെമ്മറി, ഡൈവേർജൻ, CMT-CE എന്നുള്ള ഷോർട്ട് ഫോം ഓർത്ത് വയ്ക്കുക. കോഗ്നീഷൻ, മെമ്മറി, ഡൈവേർജൻ പ്രൊഡക്ഷൻ, കൺവേർജൻ പ്രൊഡക്ഷൻ ആൻഡ് ഇവാലുവേഷൻ. CMDCE എന്ന് നമുക്ക് വേണേൽ ഓർത്ത് വെക്കാനായിട്ട് എളുപ്പമുണ്ട്. കോഗ്നീഷൻ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, കോംപ്രിഹെൻഡ് ആൻഡ് ഡിസ്കവർ ആൻഡ് ബിക്കം aware. Memory, memorize information. Divergent production എന്ന് പറയുമ്പോൾ generating multiple solutions to a problem. Convergent എന്ന് പറയുമ്പോൾ deducing single solution to a problem. And evaluation, the process of judging whether the answer is accurate or consistent or valid. നെക്സ്റ്റ് നമ്മൾക്ക് കാണാനുള്ളത് പ്രോഡക്ട്സ് ഡയമെൻഷനാണ്. As the name suggests, the dimensions contains results of applying particular operations to specific contents. അവിടെ 6 kinds of products ആണുള്ളത്. Unit, class, relation and system, transformation and implication. UCR-STI. യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ റെപ്രസെൻ്റ് എ സിംഗിൾ ഐറ്റം ഓഫ് ഇൻഫർമേഷൻ. ദെൻ ക്ലാസ്സിൽ വരുമ്പോൾ സെറ്റ് ഓഫ് ഐറ്റം. റിലേഷൻ വരുമ്പോൾ കണക്ഷൻ ബിറ്റ്വീൻ ഐറ്റംസ് ആർ വേരിയബിൾസ്. സിസ്റ്റം ഇസ് ആൻ ഓർഗനൈസേഷൻ ഓഫ് ഐറ്റംസ്. ദെൻ ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ചസ്, പെർസ്പെക്റ്റീവ്സ്, കൺവേർഷൻസ്. ദെൻ ഇംപ്ലിക്കേഷൻ പറയുമ്പോൾ പ്രഡിക്ഷൻസ് ഉണ്ട്, ഇൻഫറൻസസ്, കോൺസിക്വൻസസ് ആൻഡ് ആൻറ്റിസിപ്പേഷൻസ് ഓഫ് നോളജ്. Some examples may provide feel for kinds of distinction made in this model. Suppose a subject is given a long list of unrelated words to study and is asked to recall them later. The content of the scale is semantic. Since it involves words, operation is memory and the product is the recall of words. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തെ നമ്മൾ പറയുമ്പോൾ ഒരു വാക്ക് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ് നമ്മൾ സിമാൻറ്റിക് ആയിട്ട് വരും കണ്ടൻറ്റ് ഡയമെൻഷനിൽ. അതുപോലെ തന്നെ നമ്മൾ മെമ്മറി ചെയ്യുന്നത്
അതിനകത്ത് ഓപ്പറേഷൻ്റെ ഡയമെൻഷനാണ്. അവിടെ നമുക്ക് മെമ്മറിയാണ് വരുന്നത്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് എന്തുമാത്രം റീകോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇവാലുവേഷനുണ്ട് ഗിൽഫോർഡിൻ്റെ. ഇതിൻ്റെ ഒരു വാല്യൂ ടീം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇറ്റ് ഈസ് മോർ കോംപ്ലെക്സ് ദാൻ തേഴ്സ്റ്റൺസ് വിച്ച് ഗ്രൂ ഔട്ട് ഓഫ് എ മാസീവ് അനാലിസിസ് ഓഫ് ഗ്രേറ്റ് many existing tests. Research from different fields such as developmental psychology, artificial intelligence, and neurology shows that the mind consists of several independent modules or intelligences. ഐസൻക്ക് പറയുന്നത് ഗിൽഫോർഡ് കോൺസെൻട്രേറ്റഡ് മോസ്റ്റ്ലി ഓഫ് ഹിസ് സ്റ്റഡീസ് ഓൺ പോപ്പുലേഷൻസ് വിത്ത് എ റെസ്ട്രിക്റ്റഡ് റേഞ്ച് ഓഫ് ഇൻ്റലിജൻസ്, ദസ് റെഡ്യൂസിങ് ദ സ്കോപ്പ് ഓഫ് ജി, ആൻഡ് ഹി ഹാസ് യൂസ്ഡ് ഓർത്തോഗോണൽ മെത്തേഡ്സ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റഡി പറയുന്നത് it is important to note that Guilford left a significant mark on their research into intelligence. അതുപോലെ തന്നെ മെനി ടെസ്റ്റ് ഇന്ന് മോഡേൺ ഇൻ്റലിജൻസ് ടെസ്റ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നത് മോഡിഫൈഡ് ആൻഡ് ഡെവലപ്ഡ് അണ്ടർ ഹിസ് ഗൈഡൻസ്. ഗിൽഫോർഡിൻ്റെ ഗൈഡൻസിൽ ടെസ്റ്റ് ചെയ്തതും മോഡിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്തതുമൊക്കെ ആയിട്ടുള്ള സ്റ്റഡീസാണ് അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെയാണ് മോഡേൺ ഇൻ്റലിജൻസ് ടെസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് വെരി റെലവൻറ്റ് ആണ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു.